ഞാനിപ്പോൾ ഉള്ളത് 63ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ദ ഗ്രേറ്റ് കലവറയിലാണ്. അതെ അതെ കറക്റ്റാ സൂക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യണമെങ്കിൽ ഞാനായിരിക്കണം ആദ്യത്തെ അവരുടെ റോൾ മോഡൽ. ഞാനിവിടെ ആദ്യം വന്ന സമയത്ത് ശ്രദ്ധിച്ചെന്താണെന്നറിയോ, നല്ല വൈബോടുകൂടി ചേട്ടന്മാർ നല്ല പാട്ടൊക്കെ ഇട്ടിട്ട് പണിയെടുക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ കണ്ടത്. അതിൻ്റെ അകത്തും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് എൻ്റെ അകത്തേക്ക് പോവാം. പക്ഷെ അതിൻ്റെ അകത്തേക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു കാര്യം മറക്കാണ്ട് നമ്മൾ തലയിൽ ഇടേണ്ടതുണ്ട്. അത് വേറൊന്നല്ല, ആ ക്യാപ്പാണ്. അപ്പം ക്യാപ്പ് ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് പോവാം. അന്യർക്ക് പ്രവേശനമില്ല എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ പോലും നമുക്കൊന്ന് പോയി നോക്കാം അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്നും ആ ഒരു വൈബൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ആ വൈബിലേക്ക് നമുക്ക് എന്തായാലും പോവാം. അല്ല, വൈബിലേക്ക് പോകുന്നതിന് മുന്നേ ഇവിടെ ഒരാളിരിക്കുന്നുണ്ട്. ആള് നമ്മുടെ കൂടെ വന്ന ഒരാളാണ്. അയാൾ അവിടെ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം. അല്ലടോ, താനിവിടത്തെ ചെയ്തോണ്ടിരിക്കുന്നത്, തനിക്കെന്താ ഇവിടെ പരിപാടി? ഞാൻ രാവിലെ വെറുതെ ചുമ്മാ ഇതിൽ കൂടെ കറങ്ങി വന്നപ്പോൾ ഞാൻ കലവറണ്ടപ്പോൾ ഒന്ന് കയറിയതാ. വന്നപ്പോൾ ഇവിടെ പൊളി വൈബ്. ഇവരൊക്കെ നല്ല കൈമയും മറന്ന് ഇങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ മൊത്തം വൈബല്ലേ, പൊളി പൊളി. ഇതിപ്പോ ഭയങ്കര സ്പീഡായിട്ടാണ് ഇവർ അരിയുന്നെങ്കിലും ഇവർ ഭയങ്കര പ്രിസൈസ് ആണെന്നേ. ഇതിന്റെ കണക്കൊക്കെ നോക്ക്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാം ഒരേ അളവിൽ. നമുക്കൊന്നും പറ്റാത്ത പണിയല്ലേ. അതെ അതെ ചേട്ടാ, ഇതിപ്പോ എന്തിനുള്ള കട്ട? വെജിറ്റബിൾ സ്റ്റൂവിന് ഒരു അളവുണ്ട്. അതെ, അളവുണ്ട്. ചെറിയ പീസായിരിക്കണം, എല്ലാം ഒരുപോലത്തെ പീസായിരിക്കണം. ഇപ്പോൾ സാമ്പാറിൻ്റെ കട്ടിങ്ങും അവിയലിൻ്റെ കട്ടിങ്ങും എല്ലാം സെപ്പറേറ്റ് വേറെ വേറെയാണ്. നിങ്ങളെ കൃത്യമായിട്ട് ഈ ഒരു അളവിലൊക്കെ കിട്ടുന്നത് അത് നമ്മൾ എക്സ്പീരിയൻസ് ആയിപ്പോയി. നമ്മൾ ഇങ്ങനെ ചെയ്ത് അതിൻ്റെ നമുക്ക് നോക്കുകയൊന്നും വേണ്ട, നമുക്ക് അല്ലാതെ കണ്ണടച്ചായാലും കട്ട് ചെയ്യാൻ പറ്റും. പഴയുടെ നമ്പൂതിരിയായിട്ട് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ്? ഞാൻ ഡിഗ്രി കഴിഞ്ഞ കാലത്ത് 2001 മുതൽ തിരുവനന്തപുരം കൂടെ ഉണ്ട്. അന്ന് വിളമ്പിനാണ് കൂടിയിട്ടുള്ളത്. പിന്നെ 2011 മുതലാണ് ഈ ഒരു ലെവലിലേക്ക്, അതൊരു മാനേജർ ലെവലിലേക്ക് വരുന്നത്. 2011 മുതൽ. എങ്ങനെയാ പഴയുടെ നമ്പൂതിരി കലവറയിൽ കയറി കഴിഞ്ഞാൽ ആൾ കുറച്ച് സീരിയസ് ആണോ? തീർച്ചയായിട്ടും ഒരു പ്രോഗ്രാം വിജയിപ്പിക്കേണ്ടതായ ആ കപ്പിത്താൻ്റെ എല്ലാ ഇതും കാണിക്കാറുണ്ട്. എന്തെങ്കിലുമൊക്കെ നിർബന്ധങ്ങളൊക്കെ ഉണ്ടോ ഈ കലവറയിൽ? ഇല്ല, അങ്ങനെയല്ല. നമ്മളത് വൃത്തിയായിട്ട് ചെയ്യാന്നുള്ളതാണ് നിർബന്ധം. പിന്നെ ഓൺ ടൈമിൽ ചെയ്ത് തീർക്കാന്നുള്ളത്. ആ 2 നിർബന്ധങ്ങളേ ഉള്ളൂ. വേറെ എങ്ങനെ ഓൾറെഡി നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള കാരണം പുള്ളിക്കും അറിയാം പണിക്കാർ ഏതാണ്, എത്രത്തോളം പോകും എന്നൊക്കെ ഉള്ളത് പുള്ളിക്കും കറക്റ്റായിട്ട് അറിയാം. ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ കൂടെ കാലങ്ങളായിട്ടുള്ളവരാണോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അവർക്കും കുറേ ഒരു 5-6 കുറഞ്ഞത് ഒരു 5-6 കലോത്സവത്തിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവും. ചേട്ടന്മാർ മാത്രമല്ല ചേച്ചിമാരും കൂടെ ഉണ്ട്. അപ്പൊ ചേച്ചിമാരോട് കൂടെ നമുക്ക് ഈ ഒരു വൈബ് എങ്ങനെയാന്ന് ചോദിക്കാം. ചേച്ചി, എങ്ങനെയുണ്ട് കലോത്സവം? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്, അടിപൊളിയായിട്ട്. നല്ലൊരു മഴയൊക്കെ പെയ്തിരുന്നു. അപ്പൊ ആ മഴയുടെ ഒക്കെ ഇത് പക്ഷെ അവിടെ എല്ലാം വെള്ളമായിപ്പോയി. തുടങ്ങി. ഇല്ല, പോയില്ല പോകാൻ സമയം കിട്ടിയില്ല. പോവാണെങ്കിൽ എല്ലാം കാണണമെന്നുണ്ട്. പാചകപ്പുരയിൽ പുതുതായിട്ട് ഒരാൾ വരുമ്പോൾ ആദ്യം ചെയ്യാൻ കൊടുക്കുന്ന പണി ഏതായിരിക്കും? അത് കട്ടിങ് അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ടായിരിക്കും. പച്ചക്കറിയൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ തോല് കളയാനും അങ്ങനെയൊക്കെ ആയിരിക്കും. ആദ്യം വന്നപ്പോൾ ചെയ്ത ഒരു കാര്യം എന്താ? കട്ടിങ് തന്നെയായിരുന്നു ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോൾ തന്നെ. അപ്പോൾ പഴയുടെ നമ്പൂതിരി വെള്ളയും വെള്ളയൊക്കെ ഇട്ട് നല്ല ശാന്തസ്വരൂപനായിട്ട് ഇങ്ങനെ കാണാം. നമ്മളെപ്പോഴും എന്താണ് ഒരു ന്യൂസ് എടുത്ത് നോക്കിയാണെങ്കിലും ഒരു ചിത്രങ്ങളായാലും അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. ഇത് കലവറ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക, കറിക്കൂട്ടുകളും കറികളും എല്ലാം ഉള്ളൊരു സ്ഥലവും അല്ലേ. എങ്ങനെയാണ് ഈ വെള്ളയും വെള്ളയിട്ട് മാനേജ് ചെയ്തതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, വെള്ളയും നേരത്തെ തൊട്ട് അങ്ങനെ വെള്ളയും വെള്ളം ഉപയോഗിക്കുന്ന ആവശ്യം അതിലൊരു കോംപ്രമൈസ് ഇല്ല. ഇല്ല അത് അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. കാണുന്ന കാലം തൊട്ട് അങ്ങനെ അത് കറ പറ്റാതെ സൂക്ഷിക്കുന്നുണ്ടല്ലേ? അതെ കറ പറ്റാതെ സൂക്ഷിക്കുന്നുണ്ട്. അതെനിക്കും തോന്നിയിട്ടുണ്ട്. മീൻസ് ആ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടുകൊണ്ട് പായസം ഉണ്ടാക്കും. എന്ത് സാധനമാണെങ്കിലും വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ട്
എന്നിട്ട് ഇതുവരെ ശ്രദ്ധിച്ചിട്ടും ഒരു തുള്ളി പോലും ആ ഡ്രസ്സിലേക്ക് തെറിക്കുന്നേ കണ്ടിട്ടില്ല കേട്ടോ. വേറെ കളർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പം പുള്ളി അതിനോട് ഡൈജസ്റ്റ് ആവുമല്ലോ, വേറെ കളർ ഇട്ട് കഴിഞ്ഞാൽ വൈറ്റേ പറ്റുള്ളൂ, ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. സീക്രട്ട് എനിക്കത് അറിയില്ല. നമുക്കത് പഴയുടെ നമ്പൂതിരിയുടെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. ഞാൻ ഈ പാചകരംഗത്തേക്ക് വന്ന് 1987 അപ്പോൾ 87-90 കാലഘട്ടത്തിൽ അതിന് ശേഷവും പാചകക്കാർ ഒരു കാറ്റഗറൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗമായിരുന്നു പൊതുവെ. അവർ നിവൃത്തി കൊണ്ട് നല്ല വസ്ത്രം ധരിക്കില്ല, നിവൃത്തി കൊണ്ട് കുളിക്കുകയില്ല, ഏത് സമയം മുറുക്കിയിട്ട് അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഒരു 4ാം കടയിൽപ്പെടുന്ന ആൾക്കാരായിട്ട് മാത്രമാണ് അവരെ അന്ന് സമൂഹം കണ്ടിരുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായൊരു സമീപനം എടുത്തതുകൊണ്ട് 2000-ന് ശേഷം ഞാൻ സ്കൂൾ കലോത്സവ പാചകരംഗത്തേക്ക് വന്നതിന് ശേഷം ഇത് ഒരു കുറച്ച് ഹൈജീനിക് കൺസെപ്റ്റ് അടുക്കളയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾക്ക് അടുക്കളയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം എല്ലാവരോടും വൃത്തിയായി വസ്ത്രധാരണം നടത്തണമെന്നും എല്ലാവരോടും ദിവസേന രാവിലെ കുളിച്ചിട്ടേ കയറാവുള്ളൂ എന്നൊക്കെ വളരെ കൃത്യമായ നിഷ്കർഷകൾ കൊടുത്തിട്ടുണ്ടാകും. നല്ല ടഫായിട്ടുള്ള പണിയുടെ അടിക്ക് ചിലപ്പോൾ എല്ലാ ദിവസവും പറ്റുന്ന വരില്ലെങ്കിലും അവരേതാണ്ട് അതിനോടൊരു 90% നീതി പുലർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ പണിക്കാരും നിൽക്കുന്നത്. അപ്പോൾ അവരെ ഗൈഡ് ചെയ്യണമെങ്കിൽ ഞാനായിരിക്കണം ആദ്യത്തെ അവരുടെ റോൾ മോഡൽ. അതുകൊണ്ട് 25 വർഷം മുൻപ് മുതൽ തന്നെ ഞാൻ വെള്ളം ധരിച്ചു തുടങ്ങി, അതിനുശേഷം മാറ്റിയിട്ടില്ല. ഇപ്പം എന്തെങ്കിലും ഒരു ഈ വൈറ്റ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വിട്ടുപിടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? കേരളം വിട്ടാൽ ഇതില്ലല്ലോ. കേരളത്തിൽ നിൽക്കുമ്പോഴും ഞാൻ അറിയുന്ന ആൾക്കാരുടെ മുൻപിൽ ഞാൻ പെരുമാറുന്നിടത്തോളം കാലം മാത്രമാണ് ഞാൻ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുന്നത്. ഇപ്പോൾ കേരളം വിട്ട് മറ്റു സ്ഥലങ്ങളിൽ പോകുമ്പോഴും മറ്റു രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴെല്ലാം ഞാൻ മറ്റു കാഷ്വൽ ഡ്രസ്സൊക്കെയാണ് ധരിക്കാറുള്ളത്. കേരളം വിട്ട് നമ്മൾ ഒരു പുറത്തേക്ക് പോകുമ്പോൾ എന്താ ധരിക്കാറ് സാധാരണ? പാൻസ് ഷർട്ട് എടുക്കും. ഇപ്പോൾ US-ലൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഓവർകോട്ട് ഇട്ട് പോകും, ടൈ ഒക്കെ ഇട്ട് പോകും. ഓസ്ട്രേലിയക്കാണെങ്കിലും അങ്ങനെ തന്നെ പോകും, യൂറോപ്യൻ രാജ്യങ്ങളിലും അങ്ങനെ പോകും. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ചൂട് കൂടുതലായ കാരണം വെറുതെ ജീൻസും അല്ലെങ്കിൽ ജീൻസ് ഇട്ടിട്ട് വെറുതെ നമ്മൾ മറ്റ് സാധാരണ ബനിയനൊക്കെ ഇട്ടിട്ട് പോകും. എന്ത് പ്രശ്നമില്ല. കേരളത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ.